കാര്യങ്ങൾ അപകടത്തിലാണല്ലോ കുട്ടി. എന്താ തിരുമേനി? നാഗകോപം അത്യുഗ്രമാണ്. പ്രകോപിതരായ നാഗദൈവങ്ങൾ വഴിപാടുകാരിയായ ഗാഥയുടെ പിന്നാലെ തന്നെയുണ്ട്. ഏതു നിമിഷവും അപകടം ആ കുട്ടിയെ തേടി വരും. തിരുമേനി, എത്രയും പെട്ടെന്ന് ഈ ചരട് ആ കുട്ടിയുടെ കയ്യിൽ അണിയിക്കണം. ഈ പ്രസാദം കുട്ടിയുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുകയും വേണം. വൈകിയാൽ ആപത്താണ്. ഇല്ല, വൈകില്ല. പ്രാർത്ഥനയോടെ ചെയ്യുക. ദൈവങ്ങളെ, അറിവില്ലായ്മയാണ് അവള് കാണിച്ചതൊക്കെ. അത് പുറത്തു കൊടുക്കണേ. അവര് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? കണ്ടു എന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും അവിടെ കണ്ടില്ല. എനിക്ക് പേടിയാവുന്നു. ചിലപ്പോ അതിവിടേക്കും വരും. പേടിക്കണ്ട ഗാഥേ. പേടി തട്ടിയ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നലുകൾ ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? തൊണ്ട എന്തോ ഉണങ്ങുന്നത് പോലെ. ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ, അയ്യോ, പാമ്പ് പാമ്പ് പാമ്പ്! ആരെങ്കിലും ഓടി വരണേ! പാമ്പ്! ആരെങ്കിലും ഓടി വരണേ! പാമ്പ്! അയ്യോ, അയ്യോ, പാമ്പ്! ആരെങ്കിലും ഒന്ന് ഓടി വാ! പാമ്പ്! പാമ്പ്! അയ്യോ, പാമ്പ്! ആരെങ്കിലും ഓടി വരണേ! പാമ്പ്! എന്നെ പാമ്പ് കൊല്ലും! എന്നെ പാമ്പ് കൊല്ലും! എന്തെങ്കിലും എടുത്തൊന്ന് ഓടിച്ചു വിടുന്നതിന്! പ്ലീസ് പ്ലീസ്, എന്തെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്ക് പ്ലീസ്! എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്യ്! ഈ പാമ്പ് എന്നെ ഇപ്പൊ കൊത്തും! പാമ്പ്! അയ്യോ, എവിടേക്കാ പോയത്? എന്താ അമ്മേ? മോളെ, ഇവിടെ ആകെ പ്രശ്നോ. ഗാഥയുടെ മുറിയിലൊരു പാമ്പ്. പാമ്പോ? എനിക്ക് മുറിക്കകത്തേക്ക് കയറാൻ പോലും പറ്റുന്നില്ല. ആ കുട്ടിയാണെങ്കിൽ പേടിച്ച് നിലവിളിച്ച് വല്ലാത്തൊരവസ്ഥയില്ല. ഞാൻ എന്താ ചെയ്യേണ്ട മോളെ? മോളിക്കുട്ടി അവിടെ എത്തിയോ? ഇല്ല, അവൾ എത്താറാവുന്നേ ഉള്ളൂ. മോളെ, ഇവിടെ വെച്ച് ഗാഥയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ല. അതിനുള്ള പരിഹാരം പൂജാരി ചെയ്തു തന്നിട്ടുണ്ട്. മോളിക്കുട്ടി വരട്ടെ, വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി മോളെ, എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ.